രാജ്യങ്ങൾ സ്വന്തം താൽപര്യത്തിനായി അതിർത്തി കടന്ന് നടപടിയെടുക്കുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് മടിക്കുന്നു? നരേന്ദ്രമോദിയെയും രാജ്യത്തിന്റെ സൈനിക നയത്തിനെയും വെല്ലുവിളിച്ച് ഒവൈസി. മോദിജി, നിങ്ങൾക്ക് 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ അയക്കൂ. മുംബൈയിലെ നിരപരാധികളെ കൊന്നെടുക്കാൻ ഗൂഢാലോചന നടത്തിയ മസൂദ് അസറിനെയും ലഷ്കർ ഇ തോബയുടെ ക്രൂരന്മാരായ പിശാചുക്കളെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരൂ എന്നാണ് മോദിയുടെ 56 ഇഞ്ച് നെഞ്ചളവിനെയും രാജ്യത്തെയും പരിഹസിച്ച് ഒവൈസി ആക്രോശിച്ചത്. ട്രംപിന് വെനസ്വേലയിൽ കടന്നു ചെന്ന് മഡൂറോയെ പിടിക്കാമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്കും കടന്നു ചെല്ലാം എന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. ഡൊണാൾഡ് ട്രംപിന് വെനസ്വേലയിൽ പോയി ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവരാം എങ്കിൽ മോദിക്ക് എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കൊണ്ടുവന്നുകൂടാ? എന്നാൽ ഈ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത് ഒവൈസിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് BJPയുടെ പ്രസ്താവന. ഇന്ത്യയുടെ വിദേശ നയത്തെയും സൈനിക കരുത്തിനെയും പരിഹസിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒവൈസിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നത് എന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. പാകിസ്ഥാന്റെ അതിർത്തി ലംഘനങ്ങൾക്ക് ഇതിനോടകം ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ കടുത്ത മറുപടി നൽകിയിട്ടുണ്ട്. ട്രംപിനെയും മഡൂറോയും ഉദാഹരണമാക്കി ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. പാകിസ്ഥാനെ ഒരു പരാജയപ്പെട്ട രാജ്യം എന്ന് വിളിക്കാൻ പോലും ഒവൈസിക്ക് ധൈര്യം വന്നത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലാണ് എന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഭീകരതയെ നേരിടാൻ ഇന്ത്യക്കറിയാം. ഇന്ത്യയെ പഠിപ്പിക്കേണ്ട. മുംബൈ ആക്രമണത്തിലെ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നയതന്ത്രപരമായും സൈനികമായും ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ ഒവൈസി കാണുന്നില്ലേ എന്നും BJP ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവിനെ പരിഹസിച്ച ഒവൈസിക്ക് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ബലാക്കോട്ടിലൂടെയും അത് തെളിയിക്കപ്പെട്ടതാണെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകി. വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുമെന്നും വ്യവസായം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയമിക്കും എന്നുമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ. പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് വെനസ്വേല ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഉണ്ട് എന്ന് കരുതുന്നില്ലെന്നും ട്രംപ് പറയുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മണ്ടോ ഗോൺസാലസിനെ വെനസ്വേലൻ പ്രസിഡന്റായി അവരോധിക്കാൻ ട്രംപ് ശ്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. US സൈന്യത്തിന്റെ പിടിയിലായ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിൽ എത്തിച്ചു. US സമയം ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ന്യൂയോർക്കിലെ ന്യൂബർഗിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിൽ ലാൻഡ് ചെയ്തത്. ഗ്വാണ്ടനാമോയിൽ എത്തിച്ച ശേഷം മഡൂറോയെയും ഭാര്യയെയും USന്റെ സൈനിക വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മാൻഹട്ടനിലെ US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ന്യൂയോർക്ക് സിറ്റിയിലെ ആസ്ഥാനത്ത് എത്തിച്ച് മഡൂറോയെയും ഭാര്യയെയും ചോദ്യം ചെയ്യും. തുടർന്ന് ഇരുവരെയും ഹെലികോപ്റ്ററിൽ ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ എത്തിക്കും. അവിടെയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും തടവിൽ പാർപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിച്ചു എന്നതിന്റെ പേരിൽ ന്യൂയോർക്ക് സൗത്ത് ഡിസ്ട്രിക്റ്റിൽ നിക്കോളാസ് മഡൂറോയെ പ്രതി ചേർത്തിരുന്നു. അമേരിക്കൻ പ്രത്യേക സൈനിക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ആണ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയത്. കാരക്കാസിലും മിറാണ്ടയിലും അരഗ്വയിലും ലിഗ്വയിലും US ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.